ബസന്ത് അങ്ങനെ വോട്ടെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നിരിക്കുന്നു. എന്താണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത്? വലിയ ചർച്ചകൾക്കൊടുവിൽ മന്ത്രി കിരൺ റിജിജുവിന്റെ മറുപടി കഴിഞ്ഞു. ഇപ്പോൾ സൗഗത റോയിയുടെ ഒരു ഭേദഗതിയിലുള്ള വോട്ടെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. വോട്ടിങ്ങിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ സെക്രട്ടറി ജനറൽ വിശദീകരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഡിവിഷനിലേക്ക് പോകും. ശബ്ദ വോട്ടോടെയാണ് അത് നിരാകരിച്ചതെങ്കിലും ഡിവിഷൻ വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഡിവിഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നടപടിക്രമം, ഇലക്ട്രോണിക് വോട്ടിങ്ങിന്റെ ആ നടപടിക്രമങ്ങൾ സെക്രട്ടറി ജനറൽ ഇപ്പോൾ വിശദീകരിക്കുകയാണ്. ഒരു ഭേദഗതി മാത്രമാണ് സൗഗത റായി നൽകിയ ആ ഒരു ഭേദഗതി, ഒരു വകുപ്പിലുള്ള ഭേദഗതിയിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. വകുപ്പ് തിരിച്ചുള്ള വോട്ടെടുപ്പ് ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര സമയത്തെ പ്രക്രിയ ആയിരിക്കും ബസ്? സമയം പറയാൻ പറ്റില്ല, പക്ഷെ നീണ്ട ഒരു പ്രക്രിയ തന്നെയാണ്. ഓരോ ക്ലോസ് ബൈ ക്ലോസ് ആയിട്ട് എടുത്തിട്ടാണ് ഈ വിഷയത്തിൽ ഭേദഗതികളോ വല്ലതും നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷം. സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു വിഷയത്തിൽ അവർ വോട്ടെടുപ്പ് തന്നെ നിർബന്ധിക്കുകയും ചെയ്യും. ശരി, എന്തായാലും ഡിവിഷൻ ആവശ്യപ്പെട്ടതോടുകൂടി വോട്ടെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്നിരിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ ചർച്ച ലോക്സഭയിൽ ആരംഭിക്കുന്നത്. ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ആണ് സഭയിൽ അവതരിപ്പിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് It is essential to keep both the buttons pressed till another gong is heard. 5. Honorable members may please note that their votes will not be registered. 1. If buttons are kept pressed before the first gong, or 2. Both buttons are not kept simultaneously pressed till the second gong. 6. Honorable members will be able to see the final result after a gap of a few seconds after the second gong. Honorable members will be able to check their vote on display boards installed on either side of Honorable Speaker's chair, multimedia device, and also on the yes/no/abstain button. 8. In case vote is not registered, or if any member wishes to change their vote, they may call for voting through slips. വോട്ടിങ്ങിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ സഭയിൽ വിശദീകരിച്ചത്. വോട്ടിംഗ് പ്രതിപക്ഷം ഇത് ഡിവിഷൻ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് വോട്ടിംഗ് പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ വഖഫ് ഭേദഗതി ബില്ലിൽ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നു. मेरे विचार में निर्णय डिवीजन अब मतदान വോട്ടെടുപ്പിന്റെ ഡിജിറ്റൽ വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങളാണ് നേരത്തെ പറഞ്ഞത്. കൃത്യമായ ബട്ടണുകൾ, അത് എങ്ങനെയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്, എങ്ങനെയാണ് അത് സ്ക്രീനിൽ തെളിയുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നേരത്തെ ലോക്സഭയിലെ ഉദ്യോഗസ്ഥൻ വിശദമാക്കിയത്. ഇപ്പോൾ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഡിവിഷൻ ഓഫ് വോട്ട്സ് വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതോടുകൂടിയാണ് വോട്ടിങ്ങിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഓരോ ക്ലോസും തിരിച്ചുള്ള വോട്ടെടുപ്പായിരിക്കും. സ്വാഭാവികമായും കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന നടപടിക്രമങ്ങളായിരിക്കും. സ്ക്രീനിൽ കൃത്യമായി തെളിയുകയും ചെയ്യും എത്ര ആരൊക്കെയാണ് അനുകൂലിച്ച് ആരൊക്കെയാണ് പ്രതികൂലിച്ച് തുടങ്ങിയ കാര്യങ്ങൾ. ഇരുന്നൂറ്റി പേർ അനുകൂലിക്കുമ്പോൾ 163 എതിർക്കുന്നവർ. വോട്ടിംഗ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. സ്ക്രീനിൽ കൃത്യമായി ആരൊക്കെയാണ് യെസ് രേഖപ്പെടുത്തുന്നത്, ആരൊക്കെയാണ് നോ രേഖപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ട്. സമയം ഇപ്പോൾ 12:17:36. ഏപ്രിൽ 3. വഖഫ് ഭേദഗതി ബില്ലിലെ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ 12 മണിക്ക് തുടങ്ങിയ ഏകദേശം 12 മണിക്കൂർ പിന്നിട്ട ചർച്ചയ്ക്കൊടുവിലാണ് വോട്ടിംഗ് പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതിരൂക്ഷമായ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ വിശദമായ ചർച്ചകൾ എല്ലാ പാർട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കുമൊക്കെ കൃത്യമായ പ്രാതിനിധ്യം ലഭിക്കുന്ന തരത്തിൽ വളരെ വിശദമായ ചർച്ചകൾ തന്നെ നടന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങൾ നടന്നെങ്കിൽ പോലും ഒരു ഘട്ടത്തിൽ പോലും മറ്റൊരാളുടെ
പ്രതികരണത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന നിലയിലേക്കുള്ള ഒരു വാദപ്രതിവാദങ്ങൾ ഉണ്ടായില്ല. കൃത്യമായ ആശയവിനിമയം എന്ന നിലയ്ക്ക് തന്നെ മറുവാദങ്ങൾ അപ്പോൾ ഉയർത്തി ആരോഗ്യകരമായ രീതിയിലുള്ള ഒരു ചർച്ചയാണ് വഖഫ് ബില്ലിൽ നടന്നത് എന്ന് വ്യക്തമാണ്. ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു 12 മണിക്ക് ആരംഭിച്ച ഈ ബില്ല് അവതരണം പിന്നീട് ഓരോ പാർട്ടികൾക്കും കൃത്യമായി അനുവദിക്കപ്പെട്ട സമയങ്ങളിൽ ഒരുപക്ഷെ കുറച്ച് സമയം കൂടുതൽ സ്പീക്കർ എല്ലാവർക്കും തന്നെ അനുവദിച്ചു കൊടുത്തിരുന്നു. കേരളത്തിൽ നിന്നുള്ള കെ രാധാകൃഷ്ണൻ, എൻ കെ പ്രേമചന്ദ്രൻ, ഹൈബി ഈഡൻ തുടങ്ങിയവരെല്ലാം സംസാരിച്ചു. കെ രാധാകൃഷ്ണൻ മലയാളത്തിലാണ് തൻ്റെ എതിർപ്പ്, ഈ ബില്ലിലുള്ള എതിർപ്പ് അറിയിച്ചത്. അത് സുരേഷ് ഗോപിയുടെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമായിരുന്നതിനാൽ തുടർന്ന് പിന്നാലെ തന്നെ സുരേഷ് ഗോപിക്ക് ഉത്തരം നൽകാനുള്ള അവസരം സ്പീക്കർ നൽകി. തുടർന്നാണ് അദ്ദേഹം കേരള നിയമസഭ വഖഫ് ഭേദഗതി ബില്ലിനെതിരായ പാസാക്കിയ പ്രമേയം രാജ്യസഭയിൽ കൂടി ഈ ബിൽ പാസ്സാകുന്നതോടെ അറബിക്കടലിൽ എറിയപ്പെടും എന്ന വളരെ ശക്തമായ ഭാഷയിൽ പറയുന്നു. ഒപ്പം ഹൈബി ഈഡൻ ഇതുമായി ബന്ധപ്പെട്ട മുൻപ് വിഷയമൊക്കെ ഉൾപ്പെടുത്തിയാണ് സംസാരിച്ചെങ്കിലും മന്ത്രി ജോർജ് കുര്യനും വളരെ ശക്തമായ ഭാഷയിൽ വിമർശനവുമായി രംഗത്ത് വന്നു. നരേന്ദ്രമോദിയാണ് മുൻപത്തെ ജനങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള ഏക ആൾ എന്ന നിലയ്ക്കായിരുന്നു ജോർജ് കുര്യൻ്റെ പ്രതികരണം. അഖിലേഷ് യാദവ്, തരുൺ, ഗൗരവ് ഗൊഗോയ് അടക്കമുള്ള ആളുകളൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ ഈ ബില്ലിനെ വിമർശിച്ചു. അത് പാർട്ടികൾ തിരിഞ്ഞുള്ള വിമർശനങ്ങളിലേക്കൊക്കെ പോയി. അവിടെയാണ് അഖിലേഷ് യാദവ് ബിജെപിയുടെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ ഇതുവരെ കഴിഞ്ഞില്ലല്ലോ എന്ന അല്പം പരിഹാസരൂപേണയും ചിരിയും കലർച്ചയുള്ള ചോദ്യത്തിന് അതേ നിലയിൽ തന്നെ അമിത്ഷായുടെ മറുപടി വന്നത്. പ്രതിപക്ഷത്ത് 4-5 പേരിൽ നിന്ന് നിങ്ങൾക്ക് നേതാവിനെ തിരഞ്ഞെടുക്കാം, പക്ഷേ 13 കോടിയിലേറെ അംഗങ്ങളുള്ള BJPക്ക് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാലതാമസം വരും. അത് സഭയിലാകെ വളരെ ഗൗരവപൂർണ്ണമായ ചർച്ച നടക്കുമ്പോൾ സഭയിലാകെ ഒരു ചിരി നിമിഷത്തിനു കൂടി അത്തരം വാദപ്രതിവാദങ്ങൾ വഴിയൊരുക്കി. എല്ലാവരും സംസാരിച്ച ഒട്ടുമിക്ക ആളുകളും മുൻപും അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കാളികളായത്. കേരളത്തിലുള്ള എംപിമാരെല്ലാം വഖഫ് ബില്ലിനെ എതിർക്കുകയും അതേസമയം മുൻപം വിഷയത്തെ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന നിലപാടുകളിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ വഖഫ് ബിൽ അല്ലെങ്കിൽ ഭേദഗതി ബില്ലിനെ തങ്ങൾ അനുകൂലിക്കുന്നില്ല. അത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്ന ബില്ലാണ്, ഭരണഘടനയ്ക്കെതിരാണ് ഈ ബിൽ തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതേസമയം ഭരണപക്ഷം അതിശക്തമായി വാദിക്കുന്നത് ഇത് ഒരു തരത്തിലും ന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതല്ല. വഖഫിന് പലപ്പോഴും ഡ്രക്കോണിയൻ ലോ എന്ന നിലയിൽ കരുതപ്പെടുന്ന ഏതിനുമേലും അവകാശം ഉന്നയിക്കാൻ തക്ക വിധമുള്ള നിയമ സംവിധാനങ്ങൾ അത് നീക്കിക്കൊണ്ട് കുറച്ചുകൂടി ജനാധിപത്യപരമായ രീതിയിൽ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ ആണ് അതിൻ്റെ പരമമായ ഒരു ഉത്തരം നൽകുക എന്ന നിലയിലേക്ക് വഖഫ് ട്രൈബ്യൂണലിലാണ് നേരത്തെ വഖഫുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കങ്ങളുടെ ഒരു പരമാധികാരം അല്ലെങ്കിൽ അവസാന തീർപ്പ് കൽപ്പിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് മാറി രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ കോടതികളിലേക്ക് അത് എത്താനുള്ള സംവിധാനം ആർക്കും അത്തരത്തിൽ പരാതികൾ ഉള്ളവർക്ക് നിയമ വഴിയിലൂടെ അത്തരം കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം നൽകുന്നു. ഒപ്പം തന്നെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നതിന് തടയിടുക, അതിലെ അഴിമതിയെ തടയിടുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഈ വഖഫ് ബിൽ കൊണ്ടുവരുന്നത്. ഒപ്പം മുൻപും അടക്കമുള്ള വിഷയങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. ഏകദേശം 38,000-ലേറെ പരാതികളാണ് ഈ വഖഫ് ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ 9,000-ഓളം പരാതികളാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളെങ്കിൽ മറ്റു അത്രയും പരാതികൾ മറ്റ് മതവിഭാഗങ്ങളും വഖഫും തമ്മിലുള്ള തർക്കമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നിയമ സംവിധാനങ്ങളിൽ മുസ്ലിങ്ങൾക്ക് കൂടി പങ്കാളിത്തമുള്ള നിലയിൽ ഈ ബിൽ കൊണ്ടുവരുന്നത് എന്നായിരുന്നു അതിനുള്ള ന്യായീകരണമായി വിശദീകരണമായി ആഭ്യന്തരമന്ത്രിയിൽ നിന്നും ന്യൂനപക്ഷകാര്യ മന്ത്രിയിൽ നിന്നുമൊക്കെ കേട്ടത്. എന്തായാലും ശബ്ദ വോട്ടോടെ എന്ന നിലയ്ക്കല്ല, ഡിവിഷൻ ഓഫ് വോട്ട്സ് ആവശ്യപ്പെട്ടതോടുകൂടി തന്നെയാണ് വോട്ടിംഗ് പ്രക്രിയയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഓരോ ക്ലോസ് തിരിച്ചുള്ള വോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ അല്പ സമയം നീണ്ടു നിൽക്കുന്ന നടപടിക്രമങ്ങളായിരിക്കും നടക്കുക. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് വരെ സഭ തുടരുമെന്ന് സ്പീക്കറും വ്യക്തമാക്കിയതാണ്. അതായത് 12 മണിക്ക് ആരംഭിച്ച ചർച്ച ഇന്ന് 12 മണി വരെ 12 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയാണ്. 8 മണിക്കൂറായിരുന്നു ചർച്ചയ്ക്ക് അനുവദിച്ചിരുന്നതേ എങ്കിലും നേരത്തെ 12 മണിക്കൂർ 13 മണിക്കൂർ വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 8 മണിക്കൂറാണ് അനുവദിച്ചത്. സ്വാഭാവികമാണ് ഇത്തരം വളരെ ഗൗരവമുള്ള അല്ലെങ്കിൽ നിർണായകമായ വിഷയങ്ങളിൽ അനുവദിക്കപ്പെട്ട സമയത്തേക്കാൾ കൂടുതൽ ചർച്ച നീണ്ടുപോകുന്നത് പതിവാണ്. ഒപ്പം തന്നെ ഓരോ അംഗങ്ങൾക്കും അനുവദിക്കപ്പെട്ട സമയം ഇപ്പോൾ 2-3 മിനിറ്റ് പാർട്ടിയുടെ പ്രാതിനിധ്യം അനുസരിച്ചൊക്കെ 2-3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ പല വിധത്തിലാണ് ഓരോരുത്തർക്കും സമയം അനുവദിക്കപ്പെട്ടത്. അതിൽ നിന്നൊക്കെ ഒരുപക്ഷെ ഇരട്ടിയോളം സമയമെങ്കിലും പലരും സംസാരിച്ചിട്ടുണ്ട്. അത് അനുവദിച്ചു കൊടുക്കുന്നതായിരുന്നു. അങ്ങനെ ഒരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ പോകാതെ വളരെ ആരോഗ്യകരമായ നിലയിൽ തന്നെ പക്ഷേ വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്നു കേട്ട നിലയിലാണ്
ഈ വഖഫ് ഭേദഗതി ബില്ലിലെ ചർച്ച ലോക്സഭയിൽ നടന്നത്. അതിനൊടുവിലാണ് വോട്ടിംഗ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അവസാനമായി മറുപടി പ്രസംഗം അല്ലെങ്കിൽ മറുപടി പറയുന്ന വേളയിലും കിരൺ റിജിജു ശക്തമായി തന്നെ പ്രതിപക്ഷത്തിനെതിരെ പറയുകയുണ്ടായി. അതായത് പ്രീണന നയമാണ്, പ്രീണന രാഷ്ട്രീയമാണ് പ്രതിപക്ഷം പ്രകടിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എപ്പോഴും ഭരണഘടനയുടെ പകർപ്പുമായി നടക്കുന്ന ആളുകൾ, പക്ഷേ അതിൻ്റെ യഥാർത്ഥ വില അറിയാതെയുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത് തുടങ്ങിയ വളരെ നിശിതമായ വിമർശനങ്ങളും അദ്ദേഹം തൻ്റെ മറുപടി പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉന്നയിക്കപ്പെട്ട സംശയങ്ങൾ അല്ലെങ്കിൽ തെറ്റ് എന്ന നിലയ്ക്ക് ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളോട് സർക്കാരിൻ്റെ കൃത്യമായ പ്രതികരണം, വിശദീകരണം അദ്ദേഹം നൽകുകയാണ് ഉണ്ടായത്. അസദുദ്ദീൻ ഒവൈസി അടക്കമുള്ളവർ വളരെ നിശ്ചിതമായ ഭാഷയിലാണ് വഖഫ് ബില്ലിനെതിരെ രംഗത്ത് വന്നതെങ്കിൽ അദ്ദേഹം അടക്കം ഉയർത്തിയ കാര്യങ്ങളോട് അതേ നിലയിൽ തന്നെ കിരൺ റിജിജുവും മറ്റ് ഭരണപക്ഷ അംഗങ്ങളുമൊക്കെ പ്രതികരണം അറിയിക്കുകയും ചെയ്തു. ഈ ബിൽ പൂർണ്ണമായും നിയമപരമാണ്, ഭരണഘടനാപരമാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഒരു തരത്തിലും ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യങ്ങളും ഈ വഖഫ് ബില്ലിൽ ഇല്ല എന്നാണ് BJPയുടെ അംഗമായ ജഗദാംബിക പാൽ പ്രതികരണമായി അറിയിച്ചത്. അതേസമയം AMIMൻ്റെ അസദുദ്ദീൻ ഒവൈസി അദ്ദേഹം ഒരു പ്രതീകാത്മക പ്രതിഷേധമെന്ന നിലയ്ക്ക് ഈ കോപ്പിയുടെ പകർപ്പ് കീറിക്കൊണ്ട് അത്തരത്തിലുള്ളൊരു പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഒപ്പം പുരാതന ക്ഷേത്രങ്ങളെ വഖഫ് ബിൽ സംരക്ഷിക്കുമ്പോൾ പക്ഷേ പള്ളികളെ അത്തരത്തിലുള്ള സംരക്ഷണത്തിന് വലയത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന വിമർശനമാണ് അസദുദ്ദീൻ ഒവൈസി ഉന്നയിച്ചത്. അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് തന്നെ ടിയർ ദിസ് ലോ ഇറ്റ് ഈസ് ആൻ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികരണം എന്ന നിലയിൽ ഇതിൻ്റെ കോപ്പി, ഈ ബില്ലിൻ്റെ കോപ്പി സഭയിൽ കീറിയത്. ഒപ്പം അതേസമയം രാഹുൽ ഗാന്ധി ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. പകരം എക്സിലാണ് രാഹുൽ ഗാന്ധി തൻ്റെ പ്രതികരണം അറിയിച്ചത്. ഈ വഖഫ് ഭേദഗതി ബിൽ അതൊരു ആയുധമെന്ന നിലയ്ക്ക് മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കാനുള്ള ആയുധമെന്ന നിലയ്ക്കാണ് BJP ഉപയോഗിക്കുന്നത്. അവരുടെ വ്യക്തി അവകാശങ്ങളെ തന്നെ ഹനിക്കുന്ന നിലയിൽ അല്ലെങ്കിൽ സ്വത്തവകാശങ്ങളെയൊക്കെ ഹനിക്കുന്ന നിലയിലാണ് ഭേദഗതി ബിൽ വരുന്നത്. ഇത് RSSൻ്റെയും BJPയുടെയും ഭരണഘടനയ്ക്ക് മേലുള്ള ആക്രമണമാണ് എന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ ആരോപിച്ചത്. ഇത് ഒരു തരത്തിലും മുൻപെങ്ങുമില്ലാത്ത വിധം മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ഭാവിയിൽ വലിയ അസ്വസ്ഥതയിലേക്ക് നയിക്കും എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്. തൻ്റെ പാർട്ടി വളരെ ശക്തമായ നിലയിൽ ഈ ഭേദഗതികളെ എതിർക്കുന്നു എന്ന് അദ്ദേഹം എക്സിൽ കുറിക്കുകയും ചെയ്തു. അതേസമയം ഒരു തരത്തിലും മുസ്ലിം വിഭാഗങ്ങൾ അത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു തർക്കം എന്ന നിലയ്ക്ക് ഇതിനെ കാണരുത് എന്നാണ് ബാരാമുള്ള MP അബ്ദുൾ റഷീദ് ഷെയ്ഖ് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. ഇതേസമയം ഈ ലോക്സഭയിൽ ചർച്ചകൾ നടക്കുമ്പോൾ കേരളത്തിൽ നമ്മൾ കണ്ടതാണ് NK പ്രേമചന്ദ്രൻ MPയുടെ വീട്ടിലേക്ക് BJPയുടെ പ്രതിഷേധ മാർച്ച് നടത്തി. അതായത് വഖഫ് ബില്ലിനെ എതിർക്കുന്നു എന്നാരോപിച്ച് പ്രതിഷേധ മാർച്ച് നടത്തിയപ്പോൾ കോഴിക്കോടടക്കം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ വഖഫ് ബില്ലിനെ എതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. അതേസമയമാണ് മധ്യപ്രദേശിൽ അടക്കമുള്ള ചില സ്ഥലങ്ങളിൽ ചില മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് ഈ വഖഫ് ബില്ലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അത് പാസ്സാക്കുന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളും മധുരം വിതരണം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകളും ഉയർത്തിയാണ് മുസ്ലിം വിഭാഗങ്ങൾ ഇതിനോട് പ്രതികരിച്ചത്.